രണ്ടാമത്തെ പ്രശ്നം, സർക്കാർ വാടക കൊടുക്കുമോ? എന്തിനാണ് അങ്ങനെ സംശയിക്കാനുള്ളത്? വാടക കൊടുക്കും എന്നാണ് സർക്കാരിൻ്റെ ഉറപ്പ്. വാടക നിശ്ചയിക്കും, ആ വാടകയ്ക്കുള്ള വീടുകൾ സംഘടിപ്പിക്കും, ആ വീടുകളുടെ വാടക ഒരാളുടെയും തലയിൽ കെട്ടിവെക്കാതെ കൃത്യമായി കൊടുത്തു തീർക്കുകയും ചെയ്യും. അതിലൊരു പ്രയാസവും ആൾക്കും ഉണ്ടാകില്ല, അങ്ങനെ പേടിക്കേണ്ടതുമില്ല. മറ്റൊരു സംഭവം, എങ്ങനെയായിരിക്കും ഇവരുമായി ബന്ധപ്പെട്ട താമസ ക്രമീകരണങ്ങൾ? അതിനും ഒരു കൃത്യതയുണ്ട്. ഞങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള വാടക വീടുകൾ, സർക്കാരിൻ്റെ കെട്ടിടങ്ങളാണ്. അത് താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഒന്നാം ഘട്ടമാണ്. അതിൻ്റെ കാരണം രണ്ടാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഇവിടെയുള്ളവരുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. രണ്ട്, വളർന്നു വരുന്ന നമ്മുടെ തലമുറയിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാരണങ്ങളാൽ ഏറ്റവും പെട്ടെന്ന് എത്ര വാടക വീടുകൾ ലഭ്യമാകും എന്നുള്ളതിനെ സംബന്ധിച്ച് താഴെത്തലം വരെ പോയി അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് ആളുകൾ, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 64 വാടക വീട് എടുത്തു തയ്യാറായ ഒരു സംഘം ബന്ധപ്പെട്ടിരുന്നു. ചില സംഘടനകൾ പറയുന്നു ഞങ്ങൾ ഇത്ര വാടക വീടുകൾ തയ്യാറാക്കി നൽകുക. ഇന്ന് ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തന്നെ പറഞ്ഞു ഒരു വലിയ ശതമാനം വീടുകൾ ഞങ്ങൾ സൗജന്യമായി സംഘടിപ്പിച്ചു തരാം. എന്നാൽ ചിലതിന് വാടക കൊടുക്കേണ്ടി വരും. അങ്ങനെ വാടക കൊടുക്കേണ്ടി വന്നാൽ വാടക കൊടുക്കാൻ ഞങ്ങൾ തയ്യാറ് ആണ് എന്ന നിലപാട് നമ്മളും അറിയിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇത്രയും പേരെ താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വാടക വീടുകൾ സജ്ജമാക്കും. അതോടൊപ്പം ബന്ധു വീടുകളിൽ പോകാൻ കഴിയുന്നവർക്ക്, അതാണ് താല്പര്യം എന്ന് തോന്നുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. മുട്ടിൽ പഞ്ചായത്തിൽ ഇവിടെ നമ്മൾ ഈ സംഭവം നടക്കുന്നതിനിടയിൽ തന്നെ മുട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, മുട്ടിൽ പഞ്ചായത്തിൽ 13 അംഗങ്ങളുള്ളൊരു കുടുംബം ഇതിനകം സൗജന്യമായി പഞ്ചായത്തുകാർ തയ്യാറാക്കി കൊടുത്ത് വാടക വീട്ടിൽ താമസം ആരംഭിച്ചു. അവരിവിടെ പേര് രജിസ്റ്റർ ചെയ്ത് അവിടെ ഒരു വാടക വീട് കിട്ടുമെന്നറിഞ്ഞപ്പോൾ 13 പേർ അവിടേക്ക് മാറി താമസിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ വരുന്ന വിധത്തിലുള്ള താമസങ്ങൾ ഉൾപ്പെടെ ആദ്യഘട്ട പുനരധിവാസത്തിൻ്റെ ഭാഗമായി വാടക വീടുകളിലേക്ക് തന്നെയാണ്. അതോടൊപ്പം കുറച്ചു കാലം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടി വന്നാൽ ആ ഘട്ടത്തിൽ ട്രാൻസിസ്റ്റ് ഹൗസ് എന്ന ആശയത്തിലേക്ക് നമുക്ക് പോകാനാകുമോ? കോമണായ ഒരു സ്ഥലം സംഘടിപ്പിച്ച് പ്രീ ഫാബ് വർക്കിൻ്റെ, ഇന്നലെ മറ്റേ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ പ്രീ ഫാബ് വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി അധികകാലം ടൗൺഷിപ്പിലേക്ക് കിടക്കുന്നത് വരെ താമസിക്കാൻ കഴിയുന്ന പുനരധിവാസം സാധ്യമാണോ? അതും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിലുള്ള അനാഥത്വത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടതില്ല. നേരത്തെ ഉണ്ടായ ചില ദുരന്തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വിധത്തിൽ ഭീതിപ്പിക്കപ്പെടേണ്ടി വരുമെന്ന പേടി ഉണ്ടാകേണ്ട കാര്യമില്ല. വാടക കൊടുക്കാതെ നിങ്ങളെ തള്ളിവിടുമെന്ന പ്രയാസം വേണ്ട. ഇതെല്ലാം സർക്കാരിനൊരു പൊതു ഗ്യാരണ്ടി ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നിങ്ങളെല്ലാം ഉൾപ്പെടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള യോഗമായിരുന്നു ഇന്ന് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടക്കാനിടയായത് എന്നുകൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി ഈ ദുരന്തത്തെ മാറ്റണം എന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നു. ദേശീയ ദുരന്തം എന്ന് പറഞ്ഞാൽ L3 വിഭാഗത്തിൽപ്പെടണം. L0, L1, L2, L3 എന്ന DM ആക്ടിലെ നിർവചനങ്ങളിൽ L3 വിഭാഗത്തിൽപ്പെട്ട ദുരന്തമായി ഇതിനെ മാറ്റണം എന്ന ആവശ്യം, ദേശീയ ദുരന്തം എന്ന ബില്ലിൽ കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ 9 രാവിലെ മുതൽ ഒരു ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ഇവിടെ വന്ന് ഈ ദുരന്തത്തെ നേരിട്ട് പഠിക്കാൻ എത്തിച്ചേരുന്നുണ്ട് എന്ന വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവർ നാളെയോടുകൂടി തിരുവനന്തപുരത്തെത്തി നാളെ വൈകുന്നേരം കോഴിക്കോട് ഫുൾ ടീമായി വന്ന് കയറി മറ്റന്നാൾ എയർലിഫ്റ്റിങ്ങിൽ ഹെലികോപ്റ്ററിൽ ഇവിടെ വന്ന് ഇറങ്ങി ഇവിടെ കാണുകയും സന്ദർശിക്കുകയും ചെയ്ത് പോകാനുള്ള ഒരു പരിപാടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തീരുമാനമൊക്കെ എടുക്കേണ്ടവരാണ്, പക്ഷെ നമ്മുടെ ആവശ്യമനുസരിച്ച് അവർ ആ കാര്യങ്ങൾ തുടർച്ചയായി STMയുമായി കമ്മ്യൂണിക്കേഷൻ നടത്തി ആവശ്യമായ മുഴുവൻ വിവരങ്ങളും കേരളം അവർക്ക് നൽകി കഴിഞ്ഞു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ നോക്കാം എന്നവർ തീരുമാനമെടുത്തു. നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇന്ന് പ്രത്യേകമായ ചില കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി യോഗം ചേർന്നിരുന്നു. നമ്മുടെ ഈ ഭൂമി, ഈ പ്രദേശം ഉണ്ടായിട്ടുള്ള ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, അട്ടാമല ഒക്കെ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കൂടി സൂക്ഷ്മതലത്തിൽ പഠിക്കുന്നതിന് വേണ്ടി കേരളം തന്നെ ഒരു ഉന്നതതല സംഘത്തെ, മറ്റത് നമ്മുടെ ദുരന്തം കാണാനും വിലയിരുത്താനും വരുന്നതാണ്, ഇത് ഭൂമിയുടെ
തുടരാവസ്ഥകളും അവിടുത്തെ സാധ്യതകളും സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി ഒരു ഉന്നതതല സമിതി, ഒരു സംഘം, വിദഗ്ധ സംഘം ഇവിടെ വന്ന് ഉടൻ അന്വേഷണം നടത്തും. 4 വിഭാഗങ്ങളുടെ പ്രതിനിധികളാണ് അതിലുണ്ടാവുക. ഒന്ന് ജിയോളജിസ്റ്റ് ഉണ്ടാകും, ഹൈഡ്രോളജി വിഭാഗത്തിൽ, ജിയോളജി വിഭാഗത്തിൽ ഹസാർഡ് അനലിസ്റ്റുമാർ, അതുപോലെ തന്നെ സോയിൽ കൺസർവേറ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, ഇവർ അടങ്ങുന്ന ഒരു സംഘം കേരളത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ പഠിച്ച് ഭൂമിയുടെ കിടപ്പും സ്വഭാവവും ഒക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരും എന്നും നിശ്ചയിച്ചിട്ടുണ്ട്.